ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. പത്തരമാറ്റ സീരിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തുഷാര ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ നന്ദു എത്തുകയും ചെയ്തു. നന്ദു പറഞ്ഞു, ദേ നിനക്ക് കുറച്ച് ഫുഡ് മേടിച്ച് തന്ന് അയച്ചിട്ടുണ്ട് നയനേച്ചി. അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്ന് തുഷാരയും. നന്ദു പറഞ്ഞു, വിളിച്ചപ്പോഴേ നീ വന്നില്ല, അപ്പോൾ പിന്നെ ഈ ഫുഡെങ്കിലും നിനക്ക് കഴിച്ചൂടെ? എന്നും ഇവിടുത്തെ ക്യാൻറ്റീനിലെ ബോറൻ ഫുഡല്ലേ കഴിക്കുന്നത്? തുഷാര പറഞ്ഞു, അത് ശരിയാ. അല്ല, നിൻ്റെ വിഷമങ്ങളൊന്നും നീ അവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു, അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് തോന്നുന്നത്. എങ്ങനെ? ആ മുരടനെ ഒതുക്കുമെന്ന് ആദർശേട്ടൻ പറഞ്ഞോ? അപ്പം നന്ദു പറഞ്ഞു, അനന്തപുരിയിലെ മൂർത്തി സാറ് ആളൊരു പുലിയാ. ഞാൻ മൂർത്തി സാറിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലേ? പക്ഷേ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. സാധാരണക്കാരെ പോലെ അദ്ദേഹം ചിന്തിക്കുന്നത്. ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാ മൂർത്തി സാർ. തുഷാര ചോദിച്ചു, അദ്ദേഹം വിചാരിച്ചാൽ നിന്റെ കാര്യം സോൾവ് ചെയ്യാൻ പറ്റുമോ? നന്ദു പറഞ്ഞു, ആ വഴിക്കാ ചിന്തിക്കുന്നത്. ആദർശേട്ടൻ വിളിച്ച് മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുഷാര പറഞ്ഞു, ആ ട്രെയിനർ നിന്റെ മുമ്പിൽ നാണം കടണമടി. അതുപോലെ അയാൾ നിന്നെ വെല്ലുവിളിച്ചേക്കുന്നത്. ഈ ക്യാമ്പിൽ നിന്ന് അയാൾ നിന്നെ പുറത്താക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തിരിച്ച് സംഭവിക്കണം. അയാൾ ഇവിടെ നിന്ന് പുറത്താവണം. അപ്പം നന്ദു പറഞ്ഞു, അതിനൊക്കെ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ആദർശേട്ടനും മുത്തശ്ശനും എന്താ തീരുമാനിച്ചതെന്നും എനിക്കറിയില്ല. എന്തായാലും നിനക്ക് ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങാൻ പറ്റുമെന്ന ആദർശേട്ടൻ എനിക്ക് വാക്ക് തന്നേക്കുന്നത്. അപ്പോൾ തുഷാര പറഞ്ഞു, പിന്നെ പേടിക്കാനൊന്നുമില്ല, അവരെന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടു കാണും. നിൻ്റെ ചേച്ചിയോടും ആദർശേട്ടനോടും കൂടുതലൊന്നും എനിക്ക് മിണ്ടാനൊന്നും പറ്റിയില്ല, പക്ഷേ രണ്ടാളും അടിപൊളിയാണ് കേട്ടോ. നന്ദു പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു ഏട്ടനില്ല. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ആദർശേട്ടൻ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഉപദേശം കേട്ട് ഞാൻ അനിയിൽ നിന്നും മാറി നിൽക്കുന്നത്. അത് ഇപ്പം നിനക്ക് മനസ്സിലായോ? അപ്പോൾ തുഷാര പറഞ്ഞു, പക്ഷേ ഇതേ ആദർശേട്ടൻ തന്നെ നിന്നോട് പറഞ്ഞില്ലേ, അവരുടെ കല്യാണത്തിൻ്റെ തലേന്നായിട്ട് നിനക്ക് അനിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാമെന്ന്. എന്നിട്ട് നിൻ്റെ ചേച്ചി പോലും അത് കേട്ടില്ലല്ലോ. അത് കേട്ട് നന്ദു പറഞ്ഞു, എങ്ങനെയാടി എൻ്റെ 2 ചേച്ചിമാരുടെയും പിന്നാലെ ഞാനും കൂടി അങ്ങോട്ട് പോകുന്നത്? തുഷാര പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ ചുറ്റുപാട് സാഹചര്യം അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവിടെ ബുദ്ധിമതിയായ നിൻ്റെ നയനേച്ചിക്ക് പോലും തെറ്റുപറ്റി. അല്ലെങ്കിൽ ഇന്ന് നീയും അനിയും കൂടി അടിച്ചു പൊളിച്ച് നടക്കേണ്ടതാ. ഇപ്പം ആദർശേട്ടന് നയനേച്ചിയും നടക്കുന്നത് പോലെ. ഒരു ബെസ്റ്റ് ചാൻസാ മോളെ നീ മിസ്സാക്കി കളഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ആ പുളിക്കൊമ്പിൽ എപ്പോഴേ പിടിച്ച് കയറിയേനെ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കേ കല്യാണത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിന് കാരണം യോഗ്യതയുള്ള ആണുങ്ങളുടെ കുറവാണ്. അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയരുത്. അതും പറഞ്ഞ് നമ്മുടെ തുഷാര അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുക നമ്മുടെ ദേവയാനിയും ചന്തുമോളെയാണ് കേട്ടോ. ദേവയാനി ചന്തുമോളോട് പറഞ്ഞ്, മോളെ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് മോളെ എപ്പോഴും അങ്ങോട്ട് പോകരുത് കേട്ടോ. ആ മുറിയിൽ മോള് കയറുന്നത് വാവയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. നമ്മളെ ഇഷ്ടമല്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ പോകണ്ട കേട്ടോ. അപ്പോഴേക്കും നയനയും ആദർശം കാറിൽ വന്നിറങ്ങുന്നുണ്ട്. അപ്പം ദേവേന് സന്തോഷത്തോടെ പറഞ്ഞു, കാത്തിരുന്നവരെത്തിയല്ലോ, ദേ മോളുടെ നയനാമ്മ. അപ്പോൾ ചന്തുമോള് നയനാമേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നയന മോളെ എടുത്തിട്ട് ചോദിച്ചു, മോളോട്ട് കാത്തിരിക്കുകയായിരുന്നോ? ദേവയാനി പറഞ്ഞു, പിന്നെ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോയ കാര്യം എന്തായി? നയന പറഞ്ഞു, നന്ദുവിനെ കണ്ടു. അവളെ അവിടെ നിന്ന് പുറത്താക്കണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഒരു ട്രെയിനർ, മധുസൂദനൻ നായർ. അയാൾ അവിടെ വന്ന ദിവസം മുതൽ അവളെ ഇട്ട് വട്ടം കറക്കുകയാണ്. ആദർശ് പറഞ്ഞു, അവിടെ വെച്ച് തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനറുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു മുത്തശ്ശൻ. ദേവയാനി അത് കേട്ട് ചോദിച്ചു, അച്ഛൻ ഇതിലൊക്കെ ഇടപെടുമോ? ആദർശ് പറഞ്ഞു, നന്ദുവിൻ്റെ കാര്യത്തിൽ ഭാഗത്തല്ലേ ന്യായമുള്ളത്. അപ്പം എന്തായാലും മുത്തശ്ശൻ ഇടപെടാതിരിക്കില്ല. എന്തോ മുൻവൈരാഗ്യമുള്ളതുപോലെയാ ആ ട്രെയിനർ വാശി കാണിക്കുന്നത്. നന്ദുവിനെ പുറത്താക്കിയേ അടങ്ങുമെന്ന് അയാൾ പറയുന്നത്. അത് കേട്ട് ദേവയാനി ഞെട്ടി, അത് കൊള്ളാമല്ലോ. അപ്പോൾ നയന പറഞ്ഞു, അപ്പോഴേ മോൾക്കുള്ള അതങ്ങ് കൊടുക്ക്. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ആദർശ് പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് മോൾക്ക് കൊടുത്തു. ഇത് മോൾക്കുള്ളതാ. അപ്പം അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു. ചന്തുമോൾ അത് ദേവയാനിയുടെ നേരെ നീട്ടിയിട്ട് ചോദിക്കുവാണേ, വേണോ മുത്തശ്ശി? അപ്പം ദേവയാനി പറഞ്ഞു, അയ്യോ വേണ്ട, എൻ്റെ മോൾക്ക് ഒരു സ്വാർത്ഥതയും ഇല്ല. അപ്പം നയന പറഞ്ഞു, അതെ, എൻ്റെ മോൾ എല്ലാവർക്കും എല്ലാം കൊടുക്കും. അപ്പോൾ ആദർശ് നവ്യയെ കണ്ടു കേട്ടോ. നവ്യയുടെ മുഖം ആകെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ നിൽപ്പുണ്ട്. എന്നിട്ട് ആദർശ് ചോദിച്ചു, എന്താ നവ്യ അവിടെ തന്നെ നിന്നത്? ഒന്നുമില്ല എന്ന് നവ്യ പറഞ്ഞു. അപ്പം ദേവയാനി പറഞ്ഞു, മോളുടെ കുഞ്ഞ് ചോക്ലേറ്റ് കഴിക്കാറായിട്ടില്ല, അതുകൊണ്ടാണ് വാങ്ങിക്കൊണ്ട് വരാത്തത്. അതിന് ഞാൻ ചോക്ലേറ്റ് ചോദിച്ചില്ലല്ലോ അമ്മായി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നവ്യ അങ്ങ് കയറിപ്പോയി കേട്ടോ.
അതുകൊണ്ട് നയന പറഞ്ഞു, ചേച്ചിയുടെ കുഞ്ഞിനെ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഞാനൊന്ന് കുഞ്ഞിനെ കണ്ടിട്ട് വരട്ടെ, മോൾ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് ചന്ദമോളെ താഴെ ആക്കിയിട്ട് നയന നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ദേവയാനി ആദർശിനോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ മോനെ, മോളാണെങ്കിൽ വാവേന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാവയടുത്തോട്ട് പോണത് നവ്യയ്ക്കാണെങ്കിൽ ഇഷ്ടവുമല്ല. അപ്പോൾ ആദർശ് ചന്ദമോളോട് പറഞ്ഞു, മോള് ഇഷ്ടമല്ലാത്തവരോട് മോള് പോകണ്ട, മോളോട് കളിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. പിന്നെ മോളുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ദേവയാനി പറഞ്ഞു, പിന്നെ ഗംഭീരമാക്കണം. അന്ന് ഈ വീടുണ്ടല്ലോ മോളുടെ നയനാമ്മ ഗംഭീരമായിട്ട് അലങ്കരിക്കും. പിന്നെ കാണിക്കുന്നത് നയന വന്ന് കുഞ്ഞിനെ കൊഞ്ചിച്ച് താലോചിച്ച് എടുക്കുന്നതാണ് കേട്ടോ. കുഞ്ഞമ്മയുടെ വാവ ഇവിടെ കിടക്കുകയാണോ എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. അതുകൊണ്ട് നവ്യ വന്നിട്ട് ദേഷ്യപ്പെട്ട് പറയാണ്, വേണ്ട വേണ്ട, നീ എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട. അതെന്താ ചേച്ചി എന്ന് നയനയും. അപ്പം നവ്യ പറഞ്ഞു, നിനക്ക് എടുക്കാനും താലോലിക്കാനും ഒക്കെ ഇവിടെ വേറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത്? നയന പറഞ്ഞു, ഞാൻ മോൻ്റെ ഇളയമ്മയാണ്. അപ്പം നവ്യ ചോദിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അമ്മയൊന്നും അല്ലല്ലോ, നിന്നെ അമ്മയെന്ന് വിളിക്കാൻ ഇവിടെ ഇപ്പം വേറെ ആൾക്കാരുണ്ടല്ലോ, കുഞ്ഞിനെ ഇങ്ങുതാ എന്ന് പറഞ്ഞ് നയനയുടെ ഇന്ന് കുഞ്ഞിനെ വാങ്ങി തൊട്ടിലിൽ കിടത്തി. നയന ചോദിച്ചു, എന്തിനാ ചേച്ചി എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതും കേട്ട് നമ്മുടെ ജലജ എത്തി കേട്ടോ. എന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, എന്തിനാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എവിടെയോ കിടക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് താലോലിക്കുന്ന നിന്നോട് പിന്നെ ദേഷ്യപ്പെടാതെ? അപ്പം നയന പറഞ്ഞു, എനിക്കറിയാം ചേച്ചിയെ ചൂട് പിടിപ്പിക്കുന്നത് ഈ അമ്മയും മോനും കൂടിയാ. അതെ, അങ്ങനെ തന്നെയാ. പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് ഞങ്ങളുടെ കൊച്ചിനെ താലോലിക്കാൻ വരുന്നത്? നയന പറഞ്ഞു, ഈ വീട്ടിൽ കുറച്ച് നാളായിട്ട് ഞാനും ചേച്ചിയും തമ്മിൽ ഒരു വഴക്കമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അപ്പച്ചിക്കും അപ്പച്ചിയുടെ മോനും രസിക്കുന്നില്ല എന്ന് അറിയാമായിരുന്നു. ഇപ്പോൾ ഒരു അവസരം കിട്ടി, അത് രണ്ടാളും കൂടി അങ്ങ് മുതലെടുത്തു. അപ്പം നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണേ, അമ്മയും അബിയും എന്ത് മുതലെടുത്തു എന്നാ നീ പറയുന്നത്? ഞങ്ങളൊക്കെ എന്താ കണ്ണുപൊട്ടന്മാരാണോ ഇവിടെ നടക്കുന്നതൊക്കെ കാണാതിരിക്കാൻ? ദേ, സ്വന്തം ജീവിതം വെച്ചാൽ നീ കളിക്കുന്നത്. നാളെ ഈ ചന്ദമോളുടെ അമ്മ നോർമലായി കഴിഞ്ഞാൽ അവൾ ഈ വീട്ടിലേക്ക് വരും. അത് കേട്ട് നയന പറഞ്ഞു, അങ്ങനെ വന്നെന്ന് കരുതി ഞാൻ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ജലജ പറഞ്ഞു, പറഞ്ഞത് കേട്ടോ, അവൾ വന്നാലും ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പം നവ്യ പറഞ്ഞു, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കേണ്ടെന്ന് കരുതി ഇവളിവിടെ കടിച്ചു തൂങ്ങി നിന്നോളും. പക്ഷേ ഇതൊന്നും സഹിക്കാനും കണ്ടു നിൽക്കാനും എന്നെ കൊണ്ട് പറ്റില്ല നയനെ. അപ്പം നയന പറഞ്ഞു, എൻ്റെ ആദർശേട്ടന് ഒരു തെറ്റുപറ്റി, അത് എനിക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചേച്ചിക്ക് എന്താ കുഴപ്പം? ജലജ പറഞ്ഞു, എടി, ആത്മാഭിമാനം ഉള്ളവർക്കേ അത് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റത്തില്ലടി. അപ്പം നയന പറഞ്ഞു, ഈ പറയുന്നതൊക്കെ തിരിച്ചടിക്കേണ്ടി വരും, അതിനുള്ള സാഹചര്യം അപ്പച്ചയായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ നല്ലത്. അപ്പോൾ ജലജ പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്നാടി ഈ പറയുന്നത്? ഞങ്ങളോട് സംസാരിച്ച് മിടുക്ക് കാണിക്കാതെ നീ നിൻ്റെ ഭർത്താവിനോട് പോയി സംസാരിക്കടി. അവനെപ്പോലെ ഈ കുടുംബത്തെ കരിവാരി തേച്ചവൻ വേറെ ആരും കാണില്ല. അപ്പം നയന പറഞ്ഞു, ഈ കുടുംബത്തെ എങ്ങനെ മുത്തശ്ശൻ കൊണ്ടു നടക്കുന്നു അതുപോലെ തന്നെയാണ് ആദർശേട്ടനും കൊണ്ടു നടക്കുന്നത്. ആദർശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം തന്നെ തകർന്നേനെ. അങ്ങനെ പറഞ്ഞ് നയന ഇറങ്ങിപ്പോയി. അപ്പോൾ ജലജ നവ്യയെടുത്ത് പറയുകയാണ്, അവൾ പറഞ്ഞത് കേട്ടോ, അവൾക്കാരോ കൈവശം കൊടുത്തു എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. നവ്യ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അയാൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവൾ ഉൾപ്പെടെ പലരും അയാൾക്ക് പൊൻതൂവൽ കൊടുക്കും. അത് കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജലജ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ, നവ്യ അവർക്കെതിരെ സംസാരിക്കുന്നത് കണ്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മധുസൂദനൻ ട്രെയിനറെയാണ് കേട്ടോ. അയാളെ ഹയർ ഓഫീസർ വിളിച്ചു സല്യൂട്ട് ചെയ്തിട്ട്, സാർ എന്താ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഒരു ലെറ്റർ എടുത്ത് മധുസൂദൻ്റെ കയ്യിൽ കൊടുത്തു. എന്താ സാർ പെട്ടെന്നൊരു ട്രാൻസ്ഫർ? അപ്പം ഓഫീസർ പറഞ്ഞു, മോളിൽ നിന്നുള്ള ഓർഡറാ, തന്നെ തൃശ്ശൂർ ക്യാമ്പിലോട്ട് മാറ്റിക്കൊണ്ട്. എന്താ കാരണം എന്നൊക്കെ അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എടോ, തൻ്റെ കുറേ ലീലാവിലാസങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. തൻ്റെ പേരിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചു. തൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് മുകളിലുള്ളവർക്ക് മനസ്സിലായി. തെളിവ് സഹിതം ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പണിഷ്മെൻ്റ് ഉണ്ടാകുമല്ലോ. ഇനി താനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ, എവിടെ പോയാലും താൻ നിരീക്ഷണത്തിലായിരിക്കും. അപ്പം മധുസൂദനൻ പറഞ്ഞു, ഞാനങ്ങനെ പ്രശ്നക്കാരനല്ല സാർ. അത് കേട്ട് ഓഫീസർ ചോദിച്ചു, പിന്നെ എന്താ ഇവിടെ തനിക്ക് പറ്റിയത്? താൻ എന്തിനാ ആ പെൺകുട്ടിയോട് ഇത്രയും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അടുത്ത പെൺകുട്ടികൾ ഒരുപാട് വന്നു തുടങ്ങിയത്. അവരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് തൻ്റെ ഓരോ പ്രവൃത്തിയും. അപ്പം മധുസൂദനൻ പറഞ്ഞു, സാർ, അതിൽ നന്ദന എന്ന പെൺകുട്ടി അല്പം പ്രശ്നക്കാരിയാണ്. അത് കേട്ട് ഓഫീസർ പറഞ്ഞു, എടോ, തന്നെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് വന്ന ശേഷം ഞാൻ മറ്റ് ട്രെയിനികളുമായിട്ട് സംസാരിച്ചു. തന്നെക്കുറിച്ച് ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല, ആൺകുട്ടികളും പെൺകുട്ടികളും. സാധാരണ ട്രെയിനർമാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എന്നാൽ ഒരാളെ മനഃപൂർവ്വം പുറത്താക്കണം എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് താൻ ഇവിടെ പെരുമാറിയത്. അതിനുള്ള ശിക്ഷയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്, അത് താൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റിൻ്റെ അളവ് കൂടും, അത് താൻ മറക്കണ്ട.
ശരി സാർ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ക്യാമ്പിലെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് അവർ ഗെയിം കളിക്കുകയാണ് കേട്ടോ. നന്ദനയും തുഷാരയും എല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും മധുസൂദനൻ അങ്ങോട്ടേക്ക് എത്തി. അപ്പം തുഷാര പറഞ്ഞു, നിർത്തിക്കോ നിർത്തിക്കോ, അങ്ങേര് വരുന്നുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, നിർത്തണ്ട, ആഘോഷിച്ചോ, നാളെ മുതൽ ഞാൻ കാണില്ല, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ ഇനി പുതിയ ആൾ വരും. അപ്പോൾ ഒരു ട്രെയിന് ചോദിച്ചു, എന്ത് പറ്റി സാർ? അപ്പം അയാൾ പറഞ്ഞു, ഒന്നും പറയണ്ടടാ, എനിക്കൊരു ട്രാൻസ്ഫർ. അപ്പം തുഷാര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറിന് ഒരു സെൻഡ് ഓഫ് തരണമല്ലോ. തുഷാരയുടെയും നന്ദുവിൻ്റെയും മുഖത്തിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അയാൾ പറഞ്ഞു, സെൻഡ് ഓഫും ആചാര വെടിയുമൊക്കെ തന്നിട്ട് വിട്ടാൽ മതി, ഇവിടെ ചിലരുടെയൊക്കെ മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. ഒരു ട്രെയിന് ചോദിച്ചു, സാർ പുതിയ ആൾ എന്നാ വരുന്നത്? അയാൾ പറഞ്ഞു, അതൊന്നും അറിയില്ല, ഈ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിച്ച ചിലരുണ്ട് ഇവിടെ, അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തായാലും ഗെയിം നടക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോയി. അപ്പം തുഷാരയും നന്ദുവും തമ്മിൽ സന്തോഷത്തോടെ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് സാർ എന്നും പറഞ്ഞ് മധുസൂദൻ്റെ പിറകെ നന്ദു പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഇപ്പം സാറിന് മനസ്സിലായല്ലോ. അയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് നീ കടന്നുകൂടിയാലും നിൻ്റെ സ്വഭാവം വെച്ച് ഒരിടത്ത് നീ ക്ലച്ച് പിടിക്കില്ല. ഒരു SI ആകാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ നിനക്കുണ്ട്, പക്ഷേ മെൻ്റലി നീ ഫിറ്റല്ല. നന്ദു പറഞ്ഞു, ഏതായാലും സാർ മെൻ്റലി ഫിറ്റാണല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. പെൺകുട്ടികളെ പോലീസിൽ ചേരാൻ മടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അതിപ്പോൾ മാറി വരുക. എന്നാലും അപ്പം പോലും അവരുടെ മനസ്സ് മുരടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് സാറിനുള്ളത്, അതിലൊന്ന് മാറ്റം വരുത്തിയേക്ക്. പിന്നെ കാണിക്കുക നമ്മളുടെ നയനയും ദേവയാനിയും കൂടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ബലൂൺ വെച്ചിട്ട് അവർ വീടൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിക്കുന്നുണ്ട്. ദേവയാനി പറഞ്ഞു, ഇവിടെ ചിലർക്കൊക്കെ വീട് അലങ്കരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. നയന പറഞ്ഞു, ആ കൂട്ടരുടെ കൂടെ ഇപ്പം ചേച്ചിയും കൂടിയിട്ടുണ്ട്, അതാ കഷ്ടം. ദേവയാനി പറഞ്ഞു, ആ കാര്യത്തിലേ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മോളെ, അവളുടെ ദൃഷ്ടിയിൽ ആദർശല്ലേ കുറ്റക്കാരൻ. അബിയെക്കുറിച്ചൊന്നും അവൾക്കറിയില്ലല്ലോ. ആദർശേട്ടനെ ഭയങ്കര വിശ്വാസമായിരുന്നു ചേച്ചി. ആദർശേട്ടനെ ചൂണ്ടിക്കാണിച്ച് അബിയെ കൊച്ചാക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ ഇഷ്ടം ഇരട്ടി വെറുപ്പായി മാറി. അപ്പോഴേക്കും അനിയും അവിടെ എത്തി. ഇങ്ങോട്ട് വാടാ, ഞങ്ങളെ ഒന്ന് സഹായിച്ചേ എന്ന് ദേവയാനി അനിയോട് പറഞ്ഞു. അതിന് തന്നെയാണ് വന്നത് എന്ന് അനി പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അനി. ദേവയാനി പറഞ്ഞു, ഒന്നിനും ഒരു ശ്രദ്ധയില്ലാതെ നടക്കുക ഇവൻ, 3 ബ്രാഞ്ചാണ് ഇവന് നോക്കാൻ കൊടുത്തേക്കുന്നത്, കൃത്യമായിട്ട് അവിടേക്ക് പോകുന്ന കൂടിയില്ല. നയന പറഞ്ഞു, മനഃപൂർവ്വം പോവാത്തതാ, അനിക്ക് പണ്ടേ ആദർശേട്ടനെ പോലെ ഒന്ന് ജോലി ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണ്, ഇങ്ങനെ കറങ്ങി നടക്കണം, അതിനുവേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ കറങ്ങി നടക്കുക. ദേവയാനി പറഞ്ഞു, എന്ന് കരുതി നിനക്ക് തന്ന ജോലി നീ ഇനി ചെയ്യണ്ട എന്ന് ഇവിടെ ആരും പറയാനൊന്നും പോണില്ല. ഹനി പറഞ്ഞു, അയ്യോ അതിനാ 3 ബ്രാഞ്ച് നല്ല പോലെയാണ് പോകുന്നത്, അതിനു മാത്രം കഴിവുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്, പിന്നെ ഞാനെന്തിനാ അവിടെ പോയി ഈ ഈച്ചടി കൊള്ളുന്നത്? അപ്പം നയന ചോദിച്ചു, അല്ല അത് നല്ല AC ഉള്ള റൂമല്ലേ, പിന്നെ എന്തിനാ ഈച്ചടി കൊള്ളുന്നത്? ഹനി പറഞ്ഞു, അയ്യോ ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞതാ, ഒരു ശൈലി അത്രയേ ഉള്ളൂ. അപ്പം നയന പറഞ്ഞു, മതി നിൻ്റെ ശൈലിയൊക്കെ, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയേ. അപ്പോഴേക്കും പുറത്തു നിന്ന് നമ്മുടെ മുത്തശ്ശനും അവിടേക്ക് എത്തി. മുത്തശ്ശൻ വീടൊക്കെ കണ്ടിട്ട് പറഞ്ഞു, വീടൊക്കെ വെടുപ്പായല്ലോ. ദേവയാനി പറഞ്ഞു, വലിയ ഹോളല്ലേ അച്ഛാ, അപ്പം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അത് ഡെക്കറേറ്റ് ചെയ്തെന്ന് തോന്നുകയേ ഉള്ളൂ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, മോളുടെ അനിയത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനറെ മാറ്റി, ഓർഡർ വന്നിട്ടുണ്ട്, ഇനി പുതിയ ട്രെയിനറാണ് ചാർജ് എടുക്കാൻ പോകുന്നത്, അയാളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും നന്ദുമോൾക്കുണ്ടാകില്ല, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും ദേവയാനിക്കും നയനയ്ക്കും അനിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിച്ചു, അച്ഛൻ എങ്ങനെ ആർക്കും വേണ്ടി ശുപാർശ ചെയ്യുന്ന ആളല്ലല്ലോ? മുത്തശ്ശൻ പറഞ്ഞു, ഇവിടെ ശുപാർശ ചെയ്തത് നല്ലൊരു കാര്യത്തിനാണ്, നന്ദുമോൾക്ക് SI ആകാൻ 100% യോഗ്യതയുണ്ട്, അത് എല്ലാവർക്കും അറിയാം, ആ കുട്ടി ഫിസിക്കലിയും ഫിറ്റാണ്, എന്നിട്ടും മനഃപൂർവ്വം അതിനെ കഷ്ടപ്പെടുത്തുന്നു എന്നറിയുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? നയന സന്തോഷത്തോടെ പറഞ്ഞു, താങ്ക്സ് മുത്തശ്ശ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അനി പറയുകയാണ്, എങ്കിലും വലിയൊരു കാര്യമാണ് മുത്തശ്ശൻ ചെയ്തത്, അതിന് എൻ്റെ വകയൊരു താങ്ക്സ്. അത് കേട്ടതും ബാക്കി 3 മുഖം അങ്ങ് മാറി കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറഞ്ഞത്? അല്ല, അത് പിന്നെ താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണല്ലോ മുത്തശ്ശൻ ചെയ്തത്. മുത്തശ്ശൻ പറഞ്ഞു, ആണോ, നിൻ്റെ താങ്ക്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്, മോളും ആദർശും നന്ദുമോളുടെ അവിടുത്തെ കഷ്ടപ്പാടുകൾ പറഞ്ഞതുകൊണ്ടാണ്, എന്ന് വെച്ച് നീ ചെയ്ത പ്രവർത്തികൾ ന്യായീകരിക്കാൻ പറ്റില്ല. നീ അവിടെ ചെന്നപ്പോൾ ട്രെയിനിങ്ങിലുണ്ടായിരുന്ന നന്ദുമോൾ നിന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു, അത് തെറ്റാണ്, അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല. അപ്പം ദേവയാനി പറഞ്ഞു, ഇത് കേട്ടപ്പോഴേ നമ്മളെക്കാളും ഒക്കെ സന്തോഷം ഇവനാ. അനി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല വല്യമ്മേ. അപ്പം ദേവയാനി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അത് നിൻ്റെ മുഖം നന്നായി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, നന്ദുമോള് അനാമികയുടെ ശത്രു ആയത് നീ കാരണമാണ്,
ഒരു ഭർത്താവിന് അന്യ പെൺകുട്ടിയോട് പ്രണയമുണ്ടെന്ന് തോന്നിയാൽ ഭാര്യയെ മറന്ന് അമിതമായി മറ്റൊരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ഇഷ്ടപ്പെട്ടാൽ ഏതൊരു പെണ്ണും അവളെ വെറുക്കും. പിന്നെ വന്യമൃഗങ്ങളെക്കാളും അവരുടെ ശത്രു ആ പെണ്ണായിരിക്കും. അത് ലോകമുണ്ടായ കാലം മുതലേ നിലനിൽക്കുന്ന സത്യമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത നീ ഒരു കഴുതയാണെന്നേ ഞാൻ പറയൂ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. നാളെ നന്ദുമോൾ ഒരു SI ആയിട്ട് വരികയും ചെയ്യും. അവിടെയും സാമർഥ്യമുള്ള നന്ദുവിന് അവളുടെ ജോലിയിൽ ഏക തടസ്സം നീ ആയിരിക്കും. നീ നയനയുടെയും ആദർശിൻ്റെയും അനിയനായതുകൊണ്ടും ഈ കുടുംബത്തിലെ അംഗമായതുകൊണ്ടും പലപ്പോഴും നീ ചെയ്യുന്ന തെറ്റ് നന്ദു കണ്ടില്ലെന്ന് വെക്കും. അങ്ങനെ അവളെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും ശ്രമിക്കരുത്. അതും പറഞ്ഞ് മുത്തശ്ശൻ പോയി. ദേവയാനി അപ്പം അനിയടുത്ത് ചോദിച്ചു, എടാ നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ? അപ്പം അനി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ആ കേട്ടു. എന്തായാലും ആ ട്രെയിനർ പോയല്ലോ, നന്ദു SI ആയിട്ട് ഇറങ്ങുമല്ലോ, അത് കൊള്ളാം. അപ്പം ഇത്രയും പറഞ്ഞിട്ടും സന്തോഷത്തോടെ തന്നെ നിൽക്കുന്ന അനിയെ കണ്ടിട്ട് ദേവയാനി നയനയെ ഞെട്ടി കേട്ടോ. അപ്പോൾ ദേവയാനി പറഞ്ഞു, ഇവനോടെ എന്ത് പറഞ്ഞാലും ഇവൻ്റെ തലയിൽ കയറില്ല മോളെ. അപ്പം നയന സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പം എല്ലാവരോടും ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.